തിരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. 2026 കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കൂടാതെ 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതുമാത്രമല്ല, ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാൻ പോകുന്നു. ഇങ്ങനെ തിരഞ്ഞെടുപ്പുകളുടെ ഒരു കാലമാണ്. ഈ തിരഞ്ഞെടുപ്പുകളുടെ കാലം നടക്കുമ്പോഴും BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്കുള്ള രംഗപ്രവേശത്തിന് തയ്യാറെടുക്കുന്ന ഒരു യുവ നേതാവുണ്ട്. പക്ഷേ ആ യുവ നേതാവിനെ കണ്ടെത്താൻ കഴിയാത്തതാണോ അല്ലെങ്കിൽ നിയമിക്കാത്തതാണോ എന്നുള്ളത് ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സംശയം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RSSുമായി BJPക്ക് അല്ലെങ്കിൽ അവരുമായി യോജിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ RSS പറയുന്ന നേതാക്കളെ കണ്ടെത്താൻ കഴിയാതായി പോകുന്നു എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ BJPയുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ JP നദ്ദയാണ് അധ്യക്ഷനായി തുടരുന്നത്. ഈ JP നദ്ദയുടെ കാലാവധി എന്ന് പറയുന്നത് 2020 അദ്ദേഹം ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് BJPയുടെ. അതിനുശേഷം 2023 അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാവുകയായിരുന്നു. എന്നാൽ 2023 പൂർത്തിയായ അദ്ദേഹത്തിന് 2024 വരെ, അതായത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ കൂടി സമയം അനുവദിച്ചു നൽകുകയും സമയം നീട്ടി നൽകുകയും ചെയ്തു. അദ്ദേഹമായിരുന്നു അതിനുശേഷം അധ്യക്ഷനായിരുന്നു. എന്നാൽ 2024 BJP സർക്കാർ തന്നെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടുകൂടി നദ്ദയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് BJPയുടെ അധ്യക്ഷ പദവിയിലേക്ക് ആര് വരണം, BJP ആരാണ് നയിക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ഇന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമല്ല എങ്കിൽ കൂടിയും ബാക്കി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടമാണ്. പല നിയമസഭകളിലേക്കും, അതായത് കേരളം അടക്കമുള്ള നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലഘട്ടത്തിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ്റെ പദവിയിലേക്ക് ഒരു പുതിയ ആൾ കടന്നു വരികയും അദ്ദേഹം ദേശീയ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ട ആവശ്യകത, അനിവാര്യത ആകുമ്പോഴാണ് ഇത്തരത്തിലൊരു ചോദ്യം വരുന്നത്. മാത്രമല്ല, 2023 ശേഷം ഇതുവരെ ഒരു ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോയതിലെ അപജയത്തെക്കുറിച്ചും വലിയ ചർച്ചയാകുന്നുണ്ട്. ഇവിടെ RSSൻ്റെ ഇടപെടൽ, RSSന് ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ താല്പര്യമുള്ളവരെ മാത്രമാണ് അതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ സാധ്യതയുള്ളവരുടെ പട്ടികയിലേക്ക് വരുമ്പോൾ പോലും RSSന് താല്പര്യമുള്ളവരിൽ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹത്തിന് താല്പര്യമുണ്ട് RSSന്, പക്ഷേ അതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പല പേരുകളും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, മനോഹർലാൽ ഖട്ടാർ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, മാത്രമല്ല പ്രഹ്ലാദ് ജോഷി, ഒപ്പം തന്നെ G. കിഷൻ റെഡ്ഡി, കൂടാതെ BJPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ ബൻസാൽ അടക്കമുള്ളവരുടെ പേരുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവരെ ആരെയും ഇതിനകത്തേക്ക് കൊണ്ടുവരാതെ മാറ്റിവെക്കുന്നത് തന്നെ, അധ്യക്ഷ പദവിക്ക് നിയമനം മാറ്റിവെക്കുന്നത് തന്നെ ഒരിക്കലും RSSന് അനുയോജിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ RSS അനുകൂലിക്കുന്ന തരത്തിലുള്ള നേതാക്കന്മാരെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തീരുമാനം ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്തു തരാം, പരിഹാരം കണ്ടെത്തി തരാം. അതായത് BJPയുടെ അധ്യക്ഷനെ ഞങ്ങൾ കണ്ടെത്തി തരാം എന്നുള്ള വാക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ സൂചനകൾ നൽകിയിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ ആരെ ആയിരിക്കണം ഇനി ഇതിന് കൊണ്ടുവരേണ്ടത്? നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദി സർക്കാർ 2014 മുതൽ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ തന്നെ ഈ 10 വർഷങ്ങൾക്ക് ശേഷം 2024 തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ് 3ാം ഘട്ടത്തിലും നരേന്ദ്രമോദി സർക്കാർ തന്നെ കേന്ദ്രം ഭരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ RSSൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മോഹൻ ഭാഗവത് എന്ന് പറയപ്പെടുന്ന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വളരെ കൃത്യമാണ്. അപ്പോൾ RSSൻ്റെ പിന്തുണയോടുകൂടി അല്ലാതെ BJPക്ക് ഒരു പടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഇവിടെ മോഹൻ ഭാഗവതിനെ പോലുള്ള RSSൻ്റെ ആചാര്യനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ BJPക്ക് കഴിയുന്നില്ല എന്നിടത്താണ് JP നദ്ദയെ മാറ്റി പുതിയൊരു അധ്യക്ഷനെ കൊണ്ടുവരാൻ കഴിയാതായി പോകുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 2014 മുതൽ 2024 വരെയുള്ള 2 ഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും വളരെ കൃത്യമായി മോദി ഇഫക്റ്റ് പ്രതിഫലിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മോദിയുടെ ആ ഒരു പ്രഭാവം, വ്യക്തിപ്രഭാവം വെച്ചിട്ട് BJPക്ക് സീറ്റുകൾ കൂടുതൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ലഭിച്ചതിനേക്കാൾ അധിക സീറ്റുകൾ നേടി 2019 പൊതു തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി വിജയിച്ചു കയറുവാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് മോദി എഫക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അവിടെയും RSSൻ്റെ ഒരു പിന്തുണ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടോ?
2014-ലും 2019-ലും RSSന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. 303 സീറ്റുകൾ നേടിയിട്ടാണ് ഈ 2019 തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തപ്പെടുന്നതും ഒറ്റക്കക്ഷിയായി ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയായി BJP മാറി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ RSS എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ സംഘശക്തി എന്ന് പറയപ്പെടുന്ന തള്ളിക്കളയുവാൻ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘടന എന്ന് പറയുന്ന RSSന്റെ പിന്തുണയോടുകൂടി അല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു വലിയ വിഭാഗം ജനങ്ങൾ RSS എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ ഭാഗമായി മാറി എന്നുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം RSSന്റെ 100-ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ യുവാക്കളടക്കം അതിനോട് ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയ മുന്നേറ്റം RSSനകത്തേക്ക് നടക്കുന്നുണ്ട്. RSSന്റെ സംഘശക്തി വിളിച്ചു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ 100-ാം വാർഷിക ആഘോഷവേളകളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് RSS എന്ന് പറയുന്ന സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന ഇടങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം RSSന്റെ മേധാവിത്വം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് RSS പറയുന്ന അല്ലെങ്കിൽ RSS അനുകൂല സംഘടനകൾക്കോ RSS അനുകൂല വ്യക്തികൾക്കോ മാത്രമായിരിക്കും BJP അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വരാൻ കഴിയുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇവിടെ മുൻഗണന നൽകപ്പെടുന്ന വ്യക്തി എന്ന് പറയപ്പെടുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശിവരാജ് സിംഗ് ചൗഹാനാണ്. പക്ഷെ അദ്ദേഹത്തിനെ എന്തുകൊണ്ടോ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ പദവിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് BJP ഈ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നത്. അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ RSSന് താല്പര്യമുള്ള വ്യക്തികൾ തന്നെ ആകണമെന്ന് ശഠിക്കുക കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള വ്യക്തികൾ കൂടി ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി യുവാക്കളെ ഇതിനകത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. RSS എന്ന് പറയപ്പെടുന്ന സംഘടനയ്ക്ക് ഈ യുവാക്കളിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സംഘടനയാണ്. അവരുടെ സേവന തൽപരത, ആ സംഘശക്തിയുമായി ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള അവരുടെ താല്പര്യം, ഇതൊക്കെ വിളിച്ചു പോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ RSS എന്ന് പറയപ്പെടുന്ന സംഘടനയോട് ചേർന്ന് നിൽക്കാൻ ഒരു വിഭാഗം യുവാക്കൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അവർ നടത്തുകയാണ്, അല്ലെങ്കിൽ തന്നെ അതുമായിട്ട് ചേർന്ന് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം RSSൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ BJPയും അത്തരത്തിലൊരു യുവമുഖമുണ്ടാകണം, ഒരു യുവാവ് ദേശീയ തലത്തിൽ നയിക്കട്ടെ, അങ്ങനെ നയിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പാർട്ടിയുമായി മുന്നോട്ട് പോകാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പാർട്ടിയെ നയിക്കുമ്പോൾ ഈ യുവാക്കളുടെ മുഖം വെച്ചുകൊണ്ട് കൂടുതൽ യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുവാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത കൂടി ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് നവംബറിൽ നടന്നതിന് ശേഷം BJPയുടെ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. ആ അധ്യക്ഷൻ എന്ന് പറയപ്പെടുന്നത് ഒരു യുവാവായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ RSSന് അനഭിമതനാകുന്ന ഒരാളെയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ 2024 തിരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പല മേഖലകളിലും RSSുമായി യോജിച്ചു പോകാൻ കഴിയാതെ വന്നതിൻ്റെ പ്രതിഫലനമാണ് അതിൽ കണ്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു. സീറ്റുകളുടെ കാര്യത്തിൽ തന്നെ 2019 നേടിയ സീറ്റിൻ്റെ തുലവും കുറവാണ് 2024 പൊതു തിരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാനായത്. അത് തന്നെ NDA എന്ന് പറയപ്പെടുന്ന മുന്നണി സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിനകത്ത് ബാക്കിയുള്ള പാർട്ടികൾ പറയുന്നത് കേട്ട് ഭരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയതിൽ മനപ്രയാസമുണ്ട് നരേന്ദ്രമോദിക്ക് എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഭരിച്ചു പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുവാനല്ല, തൻ്റെ പാർട്ടി പറയുന്നത് കേട്ട് അനുസരിക്കേണ്ടവരാണ് മറ്റു പാർട്ടികൾ എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ ചെല്ലും ചെലവരും ജീവിക്കുക എന്ന് പറയപ്പെടുന്ന ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അദ്ദേഹത്തിന് താല്പര്യമുള്ളതല്ല ഈ ചെറിയ മാർജിനിൽ മത്സരിച്ച് വിജയിക്കുക, ആ മത്സരത്തിന് ശേഷം മറ്റുള്ളവരുടെ അനുകമ്പയോടുകൂടി ഭരണത്തിലേക്ക് എത്തുക, ആ ഭരണം മറ്റുള്ളവരുടെ സ്വാധീനത്താൽ നിയന്ത്രിക്കുക, ഇതൊന്നും അദ്ദേഹം ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ ഇവിടെ RSSന്റെ ഒരു പിന്മാറ്റമാണ് പലപ്പോഴും ഈ പറയുന്നത് പോലെ BJP എന്ന് പറയപ്പെടുന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അധിക സീറ്റുകൾ ലഭിക്കാതായപ്പോയതിന് പിന്നിൽ. കാരണം രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറയപ്പെടുന്ന RSS എന്ന് പറയപ്പെടുന്ന സംഘടന ഒന്ന് പിൻവലിഞ്ഞപ്പോൾ തന്നെ എത്രയോ അധികം സീറ്റുകൾ ഇല്ലാതാകുന്ന ഒരു കാഴ്ച നമ്മൾ 2024 കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ 2029
ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് BJP തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ 2029 തിരഞ്ഞെടുപ്പിലേക്ക് എത്തപ്പെടുമ്പോൾ പോലും അങ്ങനെ എത്തണമെങ്കിൽ കൂടിയും ഈ 2025 ഒരു ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് RSSന്റെ നേതാക്കൾ അല്ലെങ്കിൽ RSSന്റെ മോഹൻ ഭാഗവത് അടക്കമുള്ളവർക്ക് താല്പര്യമുള്ളവരെ അല്ല എങ്കിൽ 2029 എന്നല്ല ഇനി മുന്നോട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാനങ്ങളിലടക്കം വലിയ വീഴ്ച സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ മാറ്റിവെക്കപ്പെടുകയാണ് ദേശീയ അധ്യക്ഷ പദവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. മനോഹർലാൽ ഖട്ടറിനെയോ അല്ലെങ്കിൽ ഈ ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ളവരെയോ ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ളവരെയൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് പരീക്ഷിക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു ന്യൂനപക്ഷത്തിന്റെ മുഖം കൊണ്ടുവരുവാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി സവർണ പ്രാതിനിധ്യം കൊടുക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യുവ സവർണ പ്രാതിനിധ്യമുള്ള ഒരു നേതാവിനെ BJP ഇതിനകത്തേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് നടക്കുക ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.